എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ടിട്ട് സംസ്കൃതത്തിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 8 ആണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ 9th എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നാളെ തൊട്ടിട്ട് 10th ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ചാപ്റ്റർ 8 പേരെന്താണ്? ഗച്ഛാമോ വയം എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ പാഠപ്രവേശ അതിലേക്ക് കിടക്കുകയാണ്. അധ്യയനാപേക്ഷയ മാനസോല്ലാസായ പ്രായേണ സർവേ യാത്രാമഭികുർവന്തി. എന്താണ്? പഠനത്തെ അപേക്ഷിച്ച്, അധ്യയനാപേക്ഷയ പഠനത്തെ അപേക്ഷിച്ചിട്ട് മാനസോല്ലാസായ മനസ്സിന് ഉല്ലാസത്തിനായി പ്രായേണ മിക്കവാറും സർവേ യാത്രാമഭി സർവേ എല്ലാവരും യാത്രാമഭി യാത്രയും കുർവന്തി ചെയ്യുന്നു. ഭവന്തഃ നിങ്ങൾ കുത്രാപി എവിടെയെങ്കിലും വിനോദയാത്ര കൃതവന്തഃ കിം നടത്തിയിട്ടുണ്ടോ? യാത്രാം കൃത്വ യാത്ര ചെയ്തിട്ട് യാത്രാവിവരണം കെ ലിഖന്തി ആരൊക്കെ എഴുതുന്നു? കെ ലിഖന്തി എന്ന് പറഞ്ഞാൽ ആരൊക്കെ എഴുതുന്നു. ഏകം ഒരു യാത്രാവിവരണം പഠാമഹ ഒരു യാത്രാവിവരണം നമുക്ക് പഠിക്കാം. പഠിക്കാം. ഇനി ആമുഖം നോക്കൂ. പ്രാചീന കാലം മുതൽ മാനവാഹ മനുഷ്യർ അന്വേഷണ തൽപരരായി ഭവിക്കുന്നു അല്ലെങ്കിൽ തൽപരരായി ആയിരുന്നു. തേഷാം അവരവരുടെ ഔത്സുക്യസ്യ ജിജ്ഞാസയുടെ കിഞ്ചിനോദാഹരണം ഭവതി ഒരു ഉദാഹരണമാണ് യാത്ര എന്ന് പറയുന്നത്. അപ്പം യാത്രകൾ മനോരഞ്ജികാഹ മാനസിക ഉല്ലാസം നൽകുന്നതും സുഖപ്രദായകങ്ങളും ആണ്. ഭവന്തി ആകുന്നു. യാത്രയാ വിവിധോദ്ദേശ അപ്പോൾ എന്താണ്? യാത്ര കൊണ്ട് ആദ്യം തെറ്റി പറഞ്ഞു. വിവിധ ദേശങ്ങളിലെ ഭാഷയും സംസ്കൃതി അവിടുത്തെ എന്താണ്? സംസ്കാരവും ജ്ഞാതും ശക്യത അറിയുവാനായിട്ട് സാധിക്കുന്നു. ഇതാനീം ഇപ്പോൾ ഏകം യാത്രാവിവരണം ഒരു യാത്രാവിവരണം പഠാമഹ നമുക്ക് പഠിക്കാം. സംസ്കൃത ഭാഷ പഠന്ത്യാഹ പഠിക്കുന്ന ഛാത്രായാഹ വിദ്യാർത്ഥിനിയായ രാധികയുടെ ദൈനികീം വിവരണം പശ്യാമഹ കാണാം എന്നാണ് പറയുന്നത്. ഇനി നോക്കൂ. അദ്യ ഇന്ന് പ്രഭാതത്തിൽ ഉത്സാഹത്തോടുകൂടി ഉക്തായ എഴുന്നേറ്റ് പഠനയാത്രയ്ക്കായിക്കൊണ്ട് അഹം ഞാൻ വിദ്യാലയത്തിൽ പോയി. അസ്മാകം ഞങ്ങളുടെ ആഗമനാത് പൂർവമേവ അപ്പം എന്താണ്? ഞങ്ങളുടെ ആഗമനാത് പൂർവമേവ വരവിന് മുമ്പ്
അധ്യാപകാഹ അധ്യാപകർ സമാഗതാഹ എത്തിച്ചേർന്നിരുന്നു. സമാഗതാഹ ആസൻ എത്തിച്ചേർന്നിരുന്നു. സപ്തമവാദനെ 7 മണിയായപ്പോൾ 7 മണിക്ക് വയം ഞങ്ങൾ വിദ്യാലയാത് വിദ്യാലയത്തിൽ നിന്ന് പ്രസ്ഥിതാഹ പുറപ്പെട്ടു. ഫിദ ഫിദയും ആൻമരിയ ആൻമരിയായും ചമയാസാകം എന്നോടൊപ്പം ആയിരുന്നു. ഉപവിശതാം എന്നോടൊപ്പം എന്ത് ചെയ്തു? ഇരുന്നു. ഉപവിശതാം ഇരുന്നു, എന്നോടൊപ്പം ഇരുന്നു. യാത്രാമധ്യേ യാത്രകൾക്കിടയിൽ സർവേ എല്ലാവരും ഗീതനൃത്യാദിഭിഹി ഗീതം, പാട്ട്, നൃത്തം മുതലായവയെ കൊണ്ട് അത്യധികം വളരെയധികം സന്തുഷ്ടാഹ ഭവൻ സന്തുഷ്ടരായിരുന്നു. യഥാ വയം എപ്പോഴാണോ വയം ഞങ്ങൾ തൃശ്ശൂർ നഗരത്തിൻ്റെ രാജമാർഗത്തിൽ പ്രവേശിച്ചത്. തദൈവ അപ്പോൾ തന്നെ പൂരമഹോത്സവത്തിൻ്റെയും തഥാ ഗജരാജാക്കന്മാരുടെയും അവിസ്മരണീയം മറക്കാനാവാത്ത ദൃശ്യം മനസ്സിലേക്ക് സമായതി സ്മ വന്നു ചേർന്നു. ബാലസൂര്യൻ്റെ സുവർണകിരണങ്ങളാൽ സമലങ്കൃതാനി അലങ്കരിക്കപ്പെട്ട വടക്കാഞ്ചേരി പ്രദേശത്തുള്ള വ്രീഹിക്ഷേത്രാണി നെൽവയലുകൾ ഗ്രാമീണ സൗകുമാര്യം അല്ലെങ്കിൽ ഗ്രാമീണ സൗന്ദര്യം ദ്വിഗുണീകുർവന്തി ഇരട്ടി വർദ്ധിപ്പിച്ചു. അപ്പം എന്താണ് ഗ്രാമീണ സൗകുമാര്യത്തെ അല്ലെങ്കിൽ സൗന്ദര്യത്തെ ഇരട്ടി വർദ്ധിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയാം? ബാലസൂര്യൻ്റെ ബാലരുണസ്യ സുവർണകിരണങ്ങളാൽ സമലങ്കൃതാനി അലങ്കരിക്കപ്പെട്ട വടക്കാഞ്ചേരി പ്രദേശത്തുള്ള വ്രീഹിക്ഷേത്രാണി നെൽവയലുകൾ ഗ്രാമീണ സൗകുമാര്യം അല്ലെങ്കിൽ ഗ്രാമീണ സൗന്ദര്യത്തെ ഇരട്ടി വർദ്ധിപ്പിച്ചു. അടുത്ത് നോക്കാം. അനന്തരം അതിനുശേഷം അത്രത്യം എന്നാണ്. അത്രത്യം അവിടുത്തെ അനന്തരം അത്രാത്യം അതിനുശേഷം അവിടുത്തെ പ്രശാന്തസുന്ദരമായ വാതാവരണം സുന്ദരമായ മനോഹരമായ അന്തരീക്ഷത്തിൽ കേരള കലാമണ്ഡലം പ്രവിഷ്ടനാമസ്മാൻ എവിടെ എത്തിച്ചേർന്നു? കേരള കലാമണ്ഡലത്തിൽ പ്രവേശിച്ചു. ഇപ്പം എന്താ പറയുക? അതിനുശേഷം അവിടുത്തെ പ്രശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ ഞങ്ങൾ എവിടെ എത്തി? കേരള കലാമണ്ഡലം പ്രവിഷ്ടനാമസ്മാൻ കേരള കലാമണ്ഡലത്തിൽ എത്തിച്ചേർന്നു അല്ലെങ്കിൽ അവിടെ പ്രവേശിച്ചു. അത്ര ഇവിടെ ഭേദഭാവം കൂടാതെ സർവസാം എല്ലാ
കലാനാം കലകളെയും അനുശീലനായ പഠിക്കുന്നതിനായി സർവേ എല്ലാവരും സമർത്ഥാഹ സാമർഥ്യമുള്ളവരായി ഭവന്തീതി ഭവിക്കുന്നു എന്നുള്ള ഭവന്തി ഇതി എന്നുള്ള ജ്ഞാനം അറിവ് മഹതഃ വലിയ സന്തോഷത്തിന് കാരണമായിന് സന്തോഷസ്യ വിഷയഃ സന്തോഷത്തിന് കാരണമായി. അധുന ഇന്ന് കൽപ്പിത സർവകലാശാലാരൂപേണ നിയുക്ത സർവകലാശാലയുടെ രൂപത്തിൽ വികസിതേ അസ്മിൻ എന്ന് വെച്ചാൽ എന്താണ്? വികസിച്ച ഈ കലാലയത്തിൽ ഏതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്? കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, ഭരതനാട്യം, തുള്ളൽ, പഞ്ചവാദ്യം മുതലായ കലാരൂപങ്ങൾ അഭ്യസിതും പഠിക്കുവാനായി ദേശവിദേശേഭ്യ സ്വദേശത്ത് നിന്നും വിദേശത്ത് നിന്നും ഛാത്രാഹ വിദ്യാർത്ഥികൾ സമായാന്തി വന്നു ചേരുന്നു. തൈഹി ആ കലാഛാത്രൈഹി കലാലയത്തിലെ കുട്ടികളുമായി സഹ മിതോഭാഷണേന സംസാരിച്ചപ്പോൾ ആ കലാലയത്തിലെ കുട്ടികളുമായിട്ട് സംസാരിച്ചപ്പോൾ മമ മനസ്സി എന്താണ്? എൻ്റെ മനസ്സിൽ കലാപഠനത്തിനായി അതീവ താല്പര്യം അതീവമായ താല്പര്യം ഉണ്ടായി. കൂത്തമ്പലത്തിൻ്റെ വൈശിഷ്ട്യത്തെക്കുറിച്ച് ആകർണ്യ കേട്ടിട്ട് വിസ്മയീഭൂതാഹ ആശ്ചര്യത്തോടു കൂടിയവരായ വയം ഞങ്ങൾ കൂത്തമ്പലം പുരാവസ്തു കേന്ദ്രം ചതുഷ്ഷഷ്ടി കലാനാം എത്രയാണ്? 64 കലകളുടെ വിവരണാത്മകമായ ചലച്ചിത്രം അപശ്യാമ ചലച്ചിത്രം എന്നിവയും കണ്ടു. കലാമണ്ഡലത്തിൻ്റെ ഭിത്തികാസു ചുമരുകളിൽ അങ്കിതാനി ആലേഖനം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വരച്ചു വച്ചിരിക്കുന്ന നാനാവർണ്ണാനി ചുമർ ചിത്രങ്ങൾ, പല വർണ്ണത്തിലുള്ള ഭിത്തി ചിത്രാണി ചുമർ ചിത്രങ്ങൾ ചിത്രകലയുടെ ഗരിമാനം മഹത്വത്തെ വിവർണവന്തി വെളിപ്പെടുത്തുന്നു. അപീച്ച മാത്രമല്ല വിവിധാസു കലാസു വിവിധ കലകളിൽ ശോഭിച്ചിരുന്ന മഹാരഥാന മഹാത്മാക്കളുടെ